രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെക്ഷനായ പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പരിചയപ്പെടുത്തിയായിരുന്നു. അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു പുതിയ ഡിസ്ട്രിബ്യൂഷനായ പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുകയാണ്. അതിന് മുന്നോടിയായി ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഭവമായ കൊറോണയെക്കുറിച്ചും അവയുടെ എല്ലാവരും തന്നെ ഈഗറായി വെയിറ്റ് ചെയ്യുകയാണ് അതിന് വാക്സിനേഷൻ വരുന്നതിനെക്കുറിച്ചും ഒന്ന് പറയാം. പോളിയോ ലോകത്തിൽ 1988 ഏതാണ്ട് 10 ലക്ഷം പേരെ എടുത്താൽ ഏതാണ്ട് 700ഓളം പേർക്ക് പോളിയോ ബാധിച്ചിരുന്നു. പക്ഷേ 2018 അതായത് 2 വർഷം മുമ്പ് കണക്കനുസരിച്ച് ലോകത്തിൽ 10 ലക്ഷം പേരെ എടുത്താൽ 3 പേർക്കാണ് പോളിയോ കാണുന്നത്. അതായത് വാക്സിനേഷൻ്റെ ഫലമാണത്. അതുകൊണ്ട് ഞാൻ പേഴ്സണലായി പറയുകയാണ്, കുട്ടികളെല്ലാവരും തന്നെ ഈ പോളിയോ വാക്സിൻ ആയാലും നമ്മൾ സ്മാൾ പോക്സ് ഇതുപോലെയാണ് എറാഡിക്കേറ്റ് ചെയ്തത്. അങ്ങനെ ഏത് വാക്സിനേഷൻ സർക്കാർ പറഞ്ഞാലും അതെല്ലാം തന്നെ എടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളെയും നൈബേഴ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാം നിർബന്ധിക്കണം. അവരെ കൊണ്ടും ഈ വാക്സിനേഷനൊക്കെ എടുപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ആരോഗ്യമുള്ള സമൂഹത്തിനെ വാർത്തെടുക്കാനായി സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം. ഞാൻ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പറയാം. 1000 പേർക്ക് ഒരു വാക്സിനേഷൻ കൊടുക്കുന്നു എന്ന് വെച്ചോളൂ. 1000 പേർക്ക് വാക്സിനേഷൻ കൊടുത്തു. അതിൻ്റെ സൈഡ് എഫക്റ്റ് വരാനുള്ള ചാൻസ് 0.005 ആണെന്ന് വെച്ചോളൂ. എങ്കിൽ 300 പേർക്ക് ഈ അസുഖം, ഈ സൈഡ് എഫക്റ്റ് വരാനുള്ള പ്രോബബിലിറ്റി എത്ര? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കുക? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ 1000 C 300 0.005 raised to 300 0.995 raised to 1000 minus 300 എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് എ വെരി ടീഡിയസ് വർക്ക്. പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലാണ് വേറെ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ചിന്തിച്ചത്. വേറെ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവന്ന മാത്തമാറ്റീഷ്യൻ്റെ പേരാണ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവന്ന മാത്തമാറ്റീഷ്യൻ്റെ പേരാണ് SD പോയിസൺ. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ്. ഇങ്ങനെ എന്നിൻ്റെ വില, n മീൻസ് സാമ്പിൾ നമ്പർ, വളരെ വലുതാവുകയും പ്രോബബിലിറ്റി വളരെ ചെറുതാവുകയും ചെയ്യുന്ന സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിൽ 2 എണ്ണമേ പഠിക്കാനുള്ളൂ. എങ്കിലും ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മളുടെ സിലബസിൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രൂപ്പിൽ 2 എണ്ണം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ചാപ്റ്റർ അടുത്തതായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഒരു ഡിസ്ട്രിബ്യൂഷനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻസ് ധാരാളം ഉണ്ട് എന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പറയാം. ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയർ ഇവൻറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വളരെ റെയറായി മാത്രം സംഭവിക്കുന്ന സംഭവങ്ങൾ ഡിനോട്ട് ചെയ്യാനാണ് ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് ചോദിച്ചാൽ തന്നെ ഒരു മാർഗം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്നുള്ളത് അത് റെയറായിട്ടുള്ള ഒരു സംഭവമാണോ എന്ന് ആ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ റെയർ ഇവൻറ്റ്സ് എന്ന് അതുകൊണ്ടാണ് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡെത്ത്
ഡ്യൂ ടു സ്നേക്ക് ബൈറ്റ് അല്ലെങ്കിൽ ഹോഴ്സ് കിക്ക്. കുതിര ചവിട്ടി കൊന്നവരുടെ എണ്ണം അതൊരു റെയർ ഇവൻ്റ് അല്ലേ? അല്ല എങ്കിൽ നമ്പർ ഓഫ് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഇൻ എ വെൽ പബ്ലിഷ്ഡ് ബുക്ക് അതൊരു റെയർ ഇവൻ്റ് അല്ലേ? ഒരു നല്ല പബ്ലിഷർ ഇറക്കുന്ന ബുക്കിൽ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഒന്നും കാണാൻ പോലും കിട്ടില്ല, അത്ര റെയർ ആയിരിക്കും. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ISD കോൾസ് റിസീവ്ഡ് ഇൻ എ പബ്ലിക് ടെലിഫോൺ ബൂത്ത് ഡ്യൂറിങ് ആൻ അവർ. നമുക്കിപ്പോൾ അറിയാമല്ലോ പബ്ലിക് ടെലിഫോൺ ബൂത്തൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അന്നേരം അതൊരു റെയർ ഇവൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വേറെ ഉള്ളതാണെങ്കിൽ ആക്സിഡൻ്റൽ റിലീസ് ഫ്രം ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വളരെ റെയറായിട്ടല്ലേ സംഭവിക്കുകയുള്ളൂ. അതുപോലെ എപ്പിഡമിക്സ്, വളരെ റെയറായ എപ്പിഡമിക്സിൽ നിന്നുള്ള മരണം, അങ്ങനെയൊക്കെ ഉള്ളത് റെയർ ഇവൻസിൻ്റെ ഗ്രൂപ്പിൽ പെരുത്താം. ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻസിനെ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ: 1. എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കണം. 2. ഒക്കറൻസസ് ആർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അടുത്തത് ഒക്കറൻസസ് ആർ റാൻഡം ആയിരിക്കണം. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, അതായത് പ്രോബബിലിറ്റി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നാണ്. താഴെ എഴുതേണ്ടത് ഈക്വൽ ടു 0 എൽസ്വെയർ എന്ന് എഴുതണം. സൈഡിൽ എഴുതേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര ഇൻഫിനിറ്റി ആണ്. അതായത് 2, 3 കുത്തിടുക, അത് അവസാനമില്ല. പിന്നെ സൈഡിൽ എഴുതേണ്ടത് ലാംഡ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതുക. അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂ 0, 1 ടു അപ് ടു ഇൻഫിനിറ്റി ആണ്. നേരത്തെ നമ്മൾ പഠിച്ച ബൈനോമിയലിൽ ഓർക്കുക, എക്സിൻ്റെ വാല്യൂ 0, 1 ടു അപ് ടു n വരെ ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, എക്സിൻ്റെ വാല്യൂ 0, 1 ടു അപ് ടു ഇൻഫിനിറ്റി ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷന് ആകെപ്പാടെ ഒരു പാരാമീറ്ററേ ഉള്ളൂ. പാരാമീറ്റർ എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ് അർത്ഥം. ഇവിടെ ഒരേ ഒരു പാരാമീറ്ററേ ഉള്ളൂ, അതാണ് നമ്മളുടെ ലാംഡ. ബൈനോമിയലിൻ്റെ ഓർമ്മയുണ്ടോ? ബൈനോമിയലിന് എന്നും ബിയും 2 പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഒരേ ഒരു പാരാമീറ്ററേ ഉള്ളൂ, ലാംഡ മാത്രം. ഇനി പോയിസൺ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ പി എഴുതിയിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ലാംഡ എഴുതുക. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ റൈറ്റിംഗ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇനി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും പറയാം. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് അതിൻ്റെ പാരാമീറ്ററായ ലാംഡ തന്നെയാണ്. അന്നേരം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയും. അന്നേരം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡയാണ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് വി ഓഫ് എക്സ്, വേരിയൻസ് എക്സ് എന്ന് പറയുന്നതും ലാംഡ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. നെയിം ദ ഡിസ്ട്രിബ്യൂഷൻ ഹൂസ് മീൻ ആൻഡ് വേരിയൻസ് ആർ സെയിം. മീനും വേരിയൻസും തുല്യമായി വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ പേരെഴുതുക എന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് എഴുതേണ്ടത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ റൂട്ട് ഓഫ് ലാംഡയാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് പോയിസണിലൊക്കെ കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി p ടെൻഡ് ടു 0 ബൈനോമിയൽ ടെൻഡ് ടു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് n, അതായത് സാമ്പിൾ നമ്പർ ഇൻഫിനിറ്റ് ആയി മാറുകയും p ടെൻഡ് ടു 0, അതായത് p എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, വളരെ ചെറിയ ഒരു നമ്പറായി മാറുകയും ചെയ്യുകയാണ് എങ്കിൽ NB ഒരു ഫൈനൈറ്റ് നമ്പറായി വരിക. NB എന്ന് പറയുന്നത് നമ്മുടെ ലാംഡ തന്നെയാണ്.
എൻ ബി ഈസ് ഈക്വൽ ലാംഡ എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ബൈനോമിയൽ ഈസ് കൺവേർട്ടിംഗ് ടു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ ബൈനോമിയൽ ഈസ് പോയ്സോൺ ക്യാൻ ബി റിട്ടേൺ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഈ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങളിലേക്ക് വരാം. The pump set of a lift irrigation project had an average of 3.4 breakdowns per month during the last year. 3 sub questions ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, find the probability that there will be no breakdowns in the next month. Second question, find the probability of 3 breakdowns in the next month. Third question, find mean and variance of the breakdowns. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പോയ്സോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യനിൽ ഒറ്റ നോട്ടത്തിൽ പോയ്സോൺ ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, ഈ ബ്രേക്ക് ഡൗൺസ്, ഡിഫക്റ്റീവ് എന്നൊക്കെ ഉള്ള വേർഡ് ക്വസ്റ്റ്യനകത്ത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ പോയ്സോണിൻ്റെ മീനാണ് തന്നിരിക്കുന്നത് 3.4. അപ്പോൾ ലാംഡയുടെ വാല്യൂ, ഒരേ ഒരു പാരാമീറ്റർ ഉള്ള പോയ്സോണിനെ സംബന്ധിച്ചിടത്തോളം ആ പാരാമീറ്റർ ഇവിടെ തന്നിരിക്കുകയാണ് 3.4. അപ്പോൾ ലാംഡ ആദ്യം തന്നെ നിങ്ങൾ 3.4 എന്ന് പറഞ്ഞ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ്റെ സൈഡിൽ എഴുതുക. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുക. ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്, small f of x is equal to probability x is equal to x is equal to e raised to minus lambda raised to x by x factorial അല്ലേ. അതായത് e raised to minus 3.4 raised to x by x factorial. എക്സിൻ്റെ വാല്യൂ 0, 1 to up to infinity എന്ന് സൈഡിൽ എഴുതുക. ഇനി ഇതിനകത്ത് തന്നിരിക്കുന്ന 3 സബ് ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് നോ ബ്രേക്ക് ഡൗൺസ്. നോ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഇല്ല എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ എക്സിന് കൊടുക്കേണ്ട വാല്യൂ 0 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ 0 എന്ന് എഴുതുക. നമ്മളുടെ ആൻസർ എഴുതേണ്ടത് ഇ റേസ് ടു മൈനസ് 3.4 റേസ് 0 ബൈ 0 ഫാക്ടോറിയൽ എന്ന് എഴുതുക. ഇ റേസ് ടു മൈനസ് 3.4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ അവൈലബിൾ ആണ്, അത് നോക്കി നിങ്ങൾക്ക് എഴുതാം. അല്ല എങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ബ്ലൂ കളറിലെ ഒരു ബുക്ക് എല്ലാ സ്റ്റേഷനറി കടകളിലും 8 രൂപയാണ് വില, അത് ലഭ്യമാണ്. അത് വാങ്ങിയാൽ അതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അത് പരീക്ഷാ ഹാളിൽ കൊണ്ടുകയറാൻ പറ്റുന്ന ഒരു ബുക്കാണ്, അത് നോക്കി നിങ്ങൾക്ക് എഴുതാം. അതല്ല എങ്കിൽ ഇ റേസ് ടു മൈനസ് 3.4 എന്നും പറഞ്ഞ് അങ്ങ് എഴുതി ആൻസർ അങ്ങ് എഴുതിയിട്ടാലും സാധാരണ അതിന് മാർഗം അങ്ങനെ കുറയ്ക്കാറില്ല. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് ദർ വിൽ ബി 3 ബ്രേക്ക് ഡൗൺസ്. 3 ബ്രേക്ക് ഡൗൺസ് എന്ന് കാണുമ്പോൾ നിങ്ങൾ എക്സിന് 3 എന്ന വാല്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി എക്സ് ഇസ് ഈക്വൽ ടു എക്സിൽ എക്സിന് പകരം 3 എന്ന് കൊടുക്കുക. അപ്പോൾ ആൻസർ വരുന്നത് ഇ റേസ് ടു മൈനസ് 3.4 റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ. ഇനി ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന സംഗതികളെല്ലാം തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ഫാക്ടോറിയൽസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. നേരത്തെ പറഞ്ഞ 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 ആണ്. അതൊക്കെ അറിയാത്തവർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ബുക്ക് ഒന്ന് റെഫർ ചെയ്താൽ മതിയാകും. ഇനി 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു. 3 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എത്രയാണ്? 3 ഇൻറ്റു 3യേക്കാൾ 1 കുറയ്ക്കുക, അതായത് 2 ഇൻറ്റു 1, അതാണ് 3 ഫാക്ടോറിയലിൻ്റെ വാല്യൂ, അതായത് 6 വരും. ഇനി ക്വസ്റ്റ്യൻ്റെ തേർഡ് പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ആ 3 ഫാക്ടോറിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇ റേസ് ടു മൈനസ് 3.4ൻ്റെ വാല്യൂ ടെക്സ്റ്റിൻ്റെ ബാക്കിലുണ്ട്, അതും നോക്കിയിട്ട് 3.4 ദ ഹോൾ ക്യൂബ് അതിൻ്റെ വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യാം. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇതെല്ലാം ലഭ്യമാണ്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഇട്ടിരുന്നാലും മതിയാകും.
ആൻസർ e−3.4 എന്ന് ഇട്ടിരുന്നാലും മതിയാവും, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരുന്നത് 0.216 ആണ്. ഇനി ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് മീൻ വേരിയൻസും കാണാനാണ്. മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്, ആൻസർ 3.4. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ലാംഡ തന്നെയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അത് പിന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വേരിയൻസ് 3.4 എന്ന് എഴുതാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തീർന്നു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇഫ് ദർ ആർ 200 ടൈപ്പിംഗ് എറേഴ്സ് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ 500 പേജ് മാനുസ്ക്രിപ്റ്റ്സ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഗിവൺ പേജ് വിൽ കണ്ടെയ്ൻ എക്സാക്ട്ലി 3 എറേഴ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഡയറക്ട്ലി ലാംഡ ഈസ് നോട്ട് ഗിവൺ, പക്ഷേ ലാംഡ എന്ന് പറയുന്ന നമ്മുടെ പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലൂ എന്തുവാന്ന് വെച്ചാൽ 500-ൽ 200, 500-ൽ 200 ടൈപ്പിംഗ് എറേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാംഡയുടെ വാല്യൂ 200 ഡിവൈഡഡ് ബൈ 500. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0.4 കിട്ടും. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് എഴുതണം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ e−0.4 0.4 ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് ആദ്യം ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുക. അതിനുശേഷം എക്സാക്ട്ലി 3 എറേഴ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത് കാരണം എക്സിന് നിങ്ങൾ 3 എന്ന വാല്യൂ ഇട്ട് കൊടുക്കും. എക്സിന് 3 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ e−0.4 the whole cube divided by 3 factorial എന്ന് വരും. നേരത്തെ ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ e−0.4ൻ്റെ വാല്യൂ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നോക്കി എഴുതാം. ആ ടേബിൾ എക്സാം ഹാളിലും കൊണ്ട് കയറാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. e−0.4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് 0.4 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 0.4 0.4 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 3യേക്കാൾ 1 കുറയ്ക്കുക, അതായത് 2 ഇൻറ്റു 2നെക്കാൾ 1 കുറയ്ക്കുക, അതായത് 1. അതായത് 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 6 ആണ്. അതായത് 3 ഫാക്ടോറിയലിന് പകരം 6 എന്ന് എഴുതുക. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, മൊത്തം സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 0.0072 ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ എ certain factory out of 500 items selected for inspection 0.2% are found to be defective. Find the probability of one defective item per production lot. In 1000 lots produced, how many lots are likely to contain exactly one defective? ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാരാമീറ്ററായ ലാംഡ തന്നിട്ടില്ല, പക്ഷേ കണ്ടുപിടിക്കാനുള്ള ക്ലൂ തന്നിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്ലൂ അല്ല തന്നിരിക്കുന്നതെന്ന് മാത്രം. ഇവിടെ പറയുന്നത് 500 ഐറ്റംസ് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ 0.2% ഡിഫക്റ്റീവ് കണ്ടു എന്നാണ് പറയുന്നത്. 0.2% ഡിഫക്റ്റീവ് കണ്ടു എന്ന് പറയുമ്പോൾ ആ തന്നിരിക്കുന്നത് പി ആണെന്ന് മനസ്സിലാക്കണം. ആ പിയെ 0.2% ആയതുകൊണ്ട് പെർസെൻറ്റേജിനെ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതണം. 0.2% ആയതുകൊണ്ട് പി ഇസ് ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതുക. അതായത് 0.002 എന്ന് പി മാറും. ഇനി 500 ഐറ്റംസ് ഇൻസ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്നിൻ്റെ വാല്യൂ 500 ആണ്. അന്നേരം എന്നിൻ്റെ വാല്യൂ അറിയാം, പിയുടെ വാല്യൂ അറിയാം. ഇവിടെ ലാംഡയാണ് പാരാമീറ്ററായി ഉപയോഗിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ പോയിസോൺ ആണോ ബൈനോമിയൽ ആണോ എന്ന കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാം എന്നും ബിയും കാണുമ്പോഴത്തേക്ക്. പക്ഷേ എന്നിൻ്റെ വാല്യൂ 500 ആണ്, പിയുടെ വാല്യൂ 0.002 ആണ്. കുട്ടികളത് മനസ്സിലാക്കണം. പി ഈസ് എ വെരി വെരി സ്മോൾ നമ്പർ ആൻഡ് എൻ ഈസ് എ ഹൈ നമ്പർ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഒരിക്കലും ബൈനോമിയൽ വരില്ല. പി വളരെ ചെറിയതും എൻ വളരെ വലുതും വരികയാണെങ്കിൽ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് പോയിസോൺ ആക്കുന്ന ഒരു സംഗതി നമ്മൾ ലാസ്റ്റ്
പാർട്ടിൽ പഠിച്ചല്ലോ. അതായത് ബൈനോമിയൽ ടെൻസ് ടു പോയിസോൺ ആസ് n ടെൻസ് ഇൻഫിനിറ്റി p ടെൻസ് ടു 0 n b ഇസ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് ഇവിടെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. അതായത് എൻ ബി ഇസ് ഈക്വൽ ലാംഡ എന്നുള്ള ആ ഫോമിൽ അപ്ലൈ ചെയ്യുകയാണ്. എന്നും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നും ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 500 × 0.002 എന്ന് വരും. അതിൻ്റെ വാല്യൂ 1 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ലാംഡയുടെ വാല്യൂ 1 ആണ്. ലാംഡ കിട്ടിക്കഴിഞ്ഞു. ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എഫ് ഓഫ് എക്സ് എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിൽ നമുക്കറിയാം ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോഴേ നോട്ട്ബുക്ക് ചെയ്യുമ്പോൾ കാര്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫോമുല മസ്റ്റായിട്ട് എഴുതി പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷന് ചെല്ലുമ്പോഴും ഫോമുല ഓർമ്മയിലും വരും. അതുകൂടാതെ എക്സാമിനേഷന് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എവിടെയെങ്കിലും തെറ്റിപ്പോയാലും ഫോമുല കറക്റ്റാണെങ്കിൽ കുറച്ച് ഫോമുലയുടെ മാർക്കെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ഫോമുലകൾ എഴുതണം. ഇനി എഫ് ഓഫ് എക്സ് പറയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 1. ലാംഡയ്ക്ക് വരെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇ റേസ് ടു മൈനസ് 1 1 റേസ് ടു എക്സ് എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതുക. ഇനി ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് 1 ഡിഫക്റ്റീവ് ഐറ്റം എന്നല്ലേ. 1 ഡിഫക്റ്റീവ് ഐറ്റം എന്ന് ആയതുകൊണ്ട് നമ്മൾ എക്സിനും ഇവിടെ 1 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് ഇവിടെ 2 1കൾ വരുന്നു. ലാംഡയും 1 ആണ്, എക്സിൻ്റെ വാല്യൂ 1 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് ഇ റേസ് ടു മൈനസ് 1 1 റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്തുവാ? 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് 1 എന്ന് തന്നെ കിട്ടും. ഇ റേസ് ടു മൈനസ് 1ൻ്റെ വാല്യൂ ഉണ്ട് 0.3679 എന്നാണ്. 0.3679. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ചെറിയ എററുണ്ട്. 0.006 എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു പോയിന്റ് മാറി കിടക്കുകയാണ്. അതൊന്ന് കറക്റ്റ് ആക്കിക്കോണം. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ലോട്ട്സ് ഹാവിങ് എക്സാക്ട്ലി 1 ഡിഫക്റ്റീവ് ഐറ്റംസ്. അതായത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആ പോർഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ച ആൻസറിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1000 ഇൻറ്റു 0.3679 കിട്ടും. അതാണ് നമ്മളുടെ ലാസ്റ്റ് ആൻസർ. അതായത് 367.9 വരും. 1000 ലോട്ട്സ് പ്രൊഡ്യൂസ്ഡ് ഹൗ മെനി ലോട്ട്സ് ആർ ലൈക്ലി ടു കണ്ടെയ്ൻ എക്സാക്ട്ലി 1 ഡിഫക്റ്റീവ് എന്നുള്ളതിൻ്റെ ആൻസർ വരിക 367.9 എന്നാണ്. പക്ഷേ ലോട്ടിൻ്റെ എണ്ണം ഒരിക്കലും ഫ്രാക്ഷനിലും പോയിന്റിലും ഒന്നും എഴുതാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത നമ്പറായി എഴുതുക. അതായത് 368 എന്ന് എഴുതുക. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇഫ് റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ സച്ച് ദാറ്റ് probability x is equal to 1 is equal to probability x is equal to 2, find probability x is equal to 0. Probability x is equal to 1 is equal to probability x is equal to 2 എന്ന് തന്നിരിക്കുന്നു. നിങ്ങൾ x is equal to 1 എന്ന് എഴുതിയതിന് പകരം e raised to minus lambda lambda raised to 1 by 1 factorial എന്ന് എഴുതുക. probability x is equal to 2 എന്ന് തന്നതിന് പകരം e raised to minus lambda lambda raised to 2 by 2 factorial എന്ന് എഴുതുക. e raised to minus lambda രണ്ടിടത്തുനിന്നും ക്യാൻസലാക്കി കളയുക. ഒരു ലാംഡായും നമുക്ക് ക്യാൻസലായി പോകും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ വരും ലാംഡ ഇസ് ഈക്വൽ ടു എന്ന് വരും. ലാംഡയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുകയാണ്. എഫ് ഓഫ് എക്സ് എഴുതുകയാണ്. എഫ് ഓഫ് എക്സ് എഴുതിയതിന് ശേഷം 2 ഇട്ട് ലാംഡ 2 ഇട്ട് എഫ് ഓഫ് എക്സ് എഴുതണം. അതിനുശേഷം ഫൈൻഡ് പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കേണ്ടത് ഇ റേസ് ടു മൈനസ് 2 2 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് 2 എന്ന് വരും. ആൻസർ വരുന്നത് 0.1353 ആണ്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന ടോപ്പിക് ഇവിടെ ഫിനിഷ് ചെയ്യുകയാണ്. ഇവിടെ ഞാനൊന്ന് പഠിപ്പിച്ചത് ആദ്യം എടുത്തത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തരികയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, assuming Poisson distribution, compute the probabilities for given values of lambda and x. Lambda equal to x equal to 3. Second question,
If 3% of electric bulbs produced by a company are defective, find the probability that in a sample of 100 bulbs, exactly 5 bulbs are defective. ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾ അസൈൻമെൻ്റായി ചെയ്യുക. ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നുള്ള പാഠഭാഗങ്ങൾ നമ്മൾക്ക് വേറെ ഒരു ക്ലാസ്സിൽ പഠിക്കും.